30 സെക്കൻഡ് കൊണ്ട് 300 വീടുകൾ വെച്ചുകൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അതിന് കഴിയുന്ന ഒരേ ഒരാളെ ഇന്ന് ഇന്ത്യയിലുള്ളൂ. പഠിച്ചു മാത്രം പറയുന്ന പ്രതിപക്ഷ നേതാവ്. അല്ല പ്രതിപക്ഷ നേതാവേ, ഈ കർണാടക സർക്കാർ വീടിനായി നൽകുന്ന പണം എങ്ങനെയാണ് കോൺഗ്രസിന്റേതാകുന്നത്? ആകെയുള്ള 400-ൽ 300-ഉം ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാവിനോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ നിർമ്മിച്ച 300 വീടുകളുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? നിങ്ങൾ തയ്യാറാക്കിയ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പുറത്തുവിടാൻ ഇതാ വെല്ലുവിളിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വായുവിൽ എഴുതി കൂട്ടുന്നതല്ല യഥാർത്ഥ കണക്കുകൾ. ആ കണക്കുകൾ ഇതാ കേട്ടോളൂ. വയനാട്ടിൽ ഉയരുന്നത് 410 വീടുകൾ. ടൌൺഷിപ്പിൽ വീട് വേണ്ടെന്ന് പറഞ്ഞവർ 106 കുടുംബങ്ങൾ. ഇതിൽ 104 കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയത് 15 ലക്ഷം രൂപ വീതം. ശേഷിക്കുന്ന 2 കുടുംബങ്ങൾ ഉന്നതിയിൽ താമസിച്ചിരുന്നവർ. സ്വന്തം ആവാസ വ്യവസ്ഥ വിട്ട് ടൌൺഷിപ്പിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത അവർക്ക് അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് വീട്. ഇനി പറയൂ പ്രതിപക്ഷ നേതാവേ, നിങ്ങൾ ആർക്കാണ് 300 വീടുകൾ കൊടുക്കുന്നത്? ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ ലിസ്റ്റ് തയ്യാറാക്കുന്നത്? ഉളുപ്പെന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല എന്ന് കരുതി കേൾക്കുന്നവരും അങ്ങനെയാണെന്ന് ധരിക്കരുത്. അടിമുടി പബ്ലിസിറ്റി സിൻഡ്രോം ബാധിച്ച വി ഡി സതീശൻ 300 വീടുകളുടെ കണക്കും പറഞ്ഞ് ഗംഗാധരൻ എന്ന കഥാപാത്രത്തിന്റെ മാതൃകയിൽ നിന്ന് നിൽപ്പുണ്ടല്ലോ. അതാണ് കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെ അഴിമതി സർക്കാർ എന്ന് വിളിച്ച വി ഡി സതീശൻ എന്ന ഒറ്റുകാരനോട് പുനർജനിയുടെ പേരിൽ സതീശൻ നടത്തിയ അഴിമതിയെക്കുറിച്ച് ചോദിക്കാൻ എന്തിനാണ് കോൺഗ്രസെ നിങ്ങൾക്ക് മുട്ടിടിക്കുന്നത്? നിലം തൊടിക്കാതെ 10 വർഷം ജനങ്ങൾ മാറ്റി നിർത്തിയിട്ടും കളവും തട്ടിപ്പും വഞ്ചനയും അഴിമതിയും ലവലേശം കുറഞ്ഞിട്ടില്ല കോൺഗ്രസിന്. 10 വർഷം ഖജനാവിൽ കൈയിട്ട് വാരാനാകാത്തതുകൂടി ചേർത്ത് പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ പേരിൽ പിരിച്ചു മുക്കി. എന്നിട്ടും മതിയാകാതെ അലക്കിത്തേച്ച ഖദറിനുള്ളിൽ മിടിക്കുന്ന അധികാരത്തിന്റെ ഭ്രാന്താണ് വി ഡി സതീശനിലൂടെ പുറത്തുവരുന്നത്.